നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര കടന്നുപോകുന്ന എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും BJP ഉജ്ജ്വല വിജയം നേടുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ അവകാശപ്പെട്ടു. ഏറെ നാടകീയത നിറഞ്ഞ സംഭവ വികാസങ്ങൾക്ക് ഒടുവിൽ രാഹുൽ ഗാന്ധിയുടെ യാത്ര വ്യാഴാഴ്ച പശ്ചിമ ബംഗാളിലേക്ക് പ്രവേശിച്ചതിനു പിന്നാലെയായിരുന്നു അസം മുഖ്യമന്ത്രിയുടെ പ്രതികരണം. കോൺഗ്രസ് രാഷ്ട്രീയത്തെ സോഫ്റ്റ് നക്സലൈറ്റ് എന്ന് വിശേഷിപ്പിച്ച ശർമ അവരുടെ മുദ്രാവാക്യങ്ങൾ ഗാന്ധിയൻ തത്വങ്ങളെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്നും ആരോപിച്ചു. ഞാനും 22 വർഷമായി കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനു മുമ്പ് അത്തരം മുദ്രാവാക്യങ്ങൾ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസിന് മൃദുവായ മുദ്രാവാക്യമുണ്ടായിരുന്നു. അവർ കോൺഗ്രസിന്റെ ആത്മാവിനെ പോലും കൊന്നൊടുക്കിയതായി ഞാൻ കാണുന്നു. അവരുടെ മുഴുവൻ ഇടതുപക്ഷക്കാരെയും ഇടതുപക്ഷ ചായ്വുള്ളവരെയും കൊണ്ട് നിറഞ്ഞിരുന്നു, ഹിമന്ത ബിശ്വ ശർമ പറഞ്ഞു. രാഹുലിനും കോൺഗ്രസിനുമെതിരായ ആക്രമണം തുടരുന്ന അസം മുഖ്യമന്ത്രി അയോധ്യയിലെ രാമലല്ല വിഗ്രഹ പ്രതിഷ്ഠാ ചടങ്ങിനിടെ യാത്ര നടത്തി അസമിൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ കോൺഗ്രസ് ഗൂഢാലോചന നടത്തിയെന്നും ആരോപിച്ചു. എന്നാൽ ഞങ്ങളുടെ പാർട്ടിയിലെ ആളുകളും രാമഭക്തരും സ്വയം സംയമനം പാലിച്ചു. അസമിൽ അനിഷ്ടകരമായതൊന്നും സംഭവിക്കാൻ അവർ അനുവദിച്ചില്ല, ശർമ പറഞ്ഞു. ഗുവാഹത്തിയിൽ അസ്വസ്ഥത സൃഷ്ടിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, 2019 കോൺഗ്രസിന് ലഭിച്ചതിനേക്കാൾ കുറവ് സീറ്റുകളായിരിക്കും അസമിൽ അവർക്ക് ലഭിക്കുക. ഞങ്ങൾ അവരെ നല്ല മാർജിനിൽ പരാജയപ്പെടുത്തും, അസം മുഖ്യമന്ത്രി പറഞ്ഞു. നവവൈഷ്ണവ മതപ്രഭാഷകനായ ശ്രീമന്ത ശങ്കർദേവയുടെ ജന്മസ്ഥലമായ ഭട്ടദ്രാവ താനിലേക്കുള്ള പ്രവേശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് അനാവശ്യ സാഹചര്യം സൃഷ്ടിച്ചതായും ശർമ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കെതിരെ അറസ്റ്റ് ഭീഷണിയുമായി അസം മുഖ്യമന്ത്രി ഹിമന്ത ശർമ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്യുമെന്നാണ് ഹിമന്തയുടെ വെല്ലുവിളി. ഇപ്പോൾ ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുക്കില്ല. ഇപ്പോൾ നടപടിയെടുക്കുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ നീക്കമെന്ന് എല്ലാവരും പറയുമെന്നും ഹിമന്ത പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് രാഹുലിനെതിരെ അസം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്കിടെയുണ്ടായ സംഘർഷത്തെ തുടർന്നായിരുന്നു കേസെടുത്തത്. യാത്ര കാരണം ഗുവാഹത്തിയിലടക്കം വലിയ പ്രശ്നങ്ങളുണ്ടായെന്നും രാഹുൽ ജനക്കൂട്ടത്തെ ഇളക്കിവിട്ടെന്നുമാണ് പോലീസിന്റെ ആരോപണം. നേരത്തെ ഹിമന്തയെയും BJPയെയും രൂക്ഷമായി രാഹുൽ വിമർശിച്ചിരുന്നു. ഹിമന്തയെ അഴിമതിക്കാരൻ എന്നാണ് രാഹുൽ വിശേഷിപ്പിച്ചത്. തനിക്കെതിരെ കേസെടുത്ത് ഭയപ്പെടുത്താമെന്ന ചിന്ത ഹിമന്ത ശർമ്മയ്ക്ക് എങ്ങനെ ലഭിച്ചെന്ന് അറിയില്ല. എത്ര കേസ് വേണമെങ്കിലും എടുത്തോളൂ, ഇനിയും 25 കേസുകൾ കൂടി ഫയൽ ചെയ്യട്ടെ. BJPക്കും RSSനും എന്നെ ഭയപ്പെടുത്താനാവില്ലെന്നും രാഹുൽ പറഞ്ഞു. അസമിൽ വലിയ തോതിൽ അനധികൃതമായ കാര്യങ്ങൾ ഹിമന്ത ചെയ്യുന്നുണ്ടെന്നും രാജ്യത്തെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രിയാണ് ശർമ്മയെന്നും രാഹുൽ ആരോപിച്ചു.